അങ്ങനെ 10 വർഷം ഞാൻ അനുഭവിച്ചു ആ ക്ലേശം. അങ്ങനെ യൂട്രസ് റിമൂവ് ചെയ്തു. അപ്പോൾ ഇത് ആണ്, അപ്പോൾ എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി കിട്ടിയത് അമ്മ എന്ന എൻ്റെ സാക്രിഫൈസ് കൊണ്ട് കൂടിയാണെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. കാരണം ഞാൻ അന്ന് കുഞ്ഞിൻ്റെ അടുത്തിരിക്കുന്ന സമയത്ത് അവിടെ വേറെ ഇൻറ്റൻസീവ് കെയറിലുള്ള തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബൈസ്റ്റാൻഡേഴ്സ് ഇരുന്ന് ചായ കോരി കൊടുക്കുന്നു. ന്യൂ ബോൺ ബേബിക്കാണെന്ന് ഓർക്കണം, ചായ കോരി കൊടുക്കുന്നു, അങ്ങനെ പലതും കൊടുക്കുന്നതും മരിച്ച് ആ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നതും ഒക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു അമ്മയ്ക്ക് തോന്നുമോ കുഞ്ഞിനെ ഒരു ബൈസ്റ്റാൻഡർക്ക് എറിഞ്ഞു കൊടുത്തിട്ട് പോകാനായിട്ട് വീട്ടിലേക്ക്? അങ്ങനെയാണ് ഞാൻ ആ ഹോസ്പിറ്റലിൽ തന്നെ, അല്ലെങ്കിൽ എനിക്ക് ഓർക്കാൻ പോലും വയ്യ എൻ്റെ കുഞ്ഞിനെ 2 ദിവസം 3 ദിവസം പ്രായമുള്ള എൻ്റെ കുഞ്ഞിനെ ഒരു ബൈസ്റ്റാൻഡർക്ക്, അത് ആര് തന്നെ ആയാലും അവരെ ഏൽപ്പിച്ചിട്ട് പോകാനായിട്ട് പറ്റില്ല. നമുക്ക് ഒരമ്മയ്ക്ക് പറ്റുമെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റില്ല അങ്ങനെ. അപ്പം അങ്ങനെ ഉള്ള പ്രതിസന്ധികൾ സൃഷ്ടിച്ച, അതായത് എൻ്റെ കുഞ്ഞിന് ഇൻഫെക്ഷൻ ഉണ്ടായത് തന്നെ മെഡിക്കൽ കോളേജിൻ്റെ കുഴപ്പം കൊണ്ട്, അതായത് എന്നെ ഡെലിവറി സമയത്ത് കൃത്യമായിട്ട് ഡെലിവറി കോട്ടിൽ കൊണ്ടുപോയി ഉപകരണങ്ങൾ സാനിറ്റൈസ് ചെയ്തെടുത്ത് കൊച്ചിൻ്റെ പൊക്കിൾ കൊടി മുറിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് കൊച്ചിൻ്റെ പൊക്കിൾ കൊടിയിൽ ഇൻഫെക്ഷൻ ഉണ്ടായത്.